നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രം പരിഗണിക്കാൻ വിസമ്മതിച്ച വിചാരണ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ ഗാന്ധി കുടുംബാംഗങ്ങൾക്ക് പുറമെ സുമൻ ദുബൈ, സാം പിത്രോഡ, യങ് ഇന്ത്യൻ, ഡോടെക്സ് മർച്ചന്റൈസ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, സുനിൽ ഭണ്ഡാരി എന്നിവർക്കും ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. പോലീസോ മറ്റ് അന്വേഷണ ഏജൻസികളോ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഇല്ലാത്തതിനാൽ ഇഡിയുടെ പരാതി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു 2025 ഡിസംബർ 16 വിചാരണ കോടതി കുറ്റപത്രം തള്ളിയത്. ഇതിനെതിരെയാണ് ഇഡി അപ്പീൽ നൽകിയിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിക്കുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ 2000 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഗൂഢാലോചനയിലൂടെ തട്ടിയെടുത്തു എന്നതാണ് പ്രധാന ആരോപണം. യങ് ഇന്ത്യൻ കമ്പനിയിൽ 76% ഓഹരിയുള്ള ഗാന്ധി കുടുംബം 90 കോടി രൂപയുടെ വായ്പയുടെ മറവിൽ AJLന്റെ സ്വത്തുക്കൾ വഞ്ചനാപരമായി സ്വന്തമാക്കിയെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ സ്വകാര്യ പരാതിയിൽ നിന്നാണ് ഈ കേസിന്റെ തുടക്കം. ഇതിൽ CBI FIR രജിസ്റ്റർ ചെയ്യാത്തതിനാൽ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ലെന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തൽ അടിസ്ഥാനരഹിതമാണെന്ന് ഇഡിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. ഒരു സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയാണെന്ന കാരണത്താൽ കള്ളപ്പണം വെളുപ്പിച്ചവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയാണ് വിചാരണ കോടതിയുടെ ഉത്തരവിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും ഇഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.